അന്നൊക്കെ ഈ ചെമ്മൺപാതയിലൂടെ നടന്നാണ് ഞങ്ങൾ ചിറ്റിലശ്ശേരിയിലേക്ക് പോയിരുന്നത്. ബസ്സിറങ്ങിയാൽ ആദ്യം കാണുക അപ്പുണ്ണിനായർ ചായക്കടയാണ്. ചിറ്റിലശ്ശേരിയിലേക്ക് പോകുന്നവർ അപ്പുണ്ണിനായർ ചായക്കടയിൽ കയറാതെ പോവില്ല. നല്ല ഉശിരൻ ചായയും വടയും കഴിച്ച് അപ്പുണ്ണിനായരോട് ഒന്ന് കുശലവും പറഞ്ഞാണ് അന്നൊക്കെ ആൾക്കാർ പാലം കടന്നിരുന്നത്. ഇന്നീ പാലത്തിൻ്റെ ദ്രവിച്ച കൈവരികളിൽ തൊടുമ്പോൾ ഒരു കാലം എന്നെ വന്ന് തൊടുന്നതായി എനിക്കറിയാം. സ്വപ്നത്തിലെന്ന പോലെ എന്നോ മാഞ്ഞുപോയൊരു കാലം. കരിവളയിട്ട് കണ്ണെഴുതി തലയിലൂടെ ഊർന്നു വീഴുന്ന തട്ടം ശരിയാക്കി ആ ഓടി വരുന്നതാണ് കുഞ്ഞുപാത്തുമ്മ. കിലുക്കാൻ പെട്ടി. ഞങ്ങൾ അന്ന് ഒരേ ക്ലാസ്സിലാണ്. പാലം കടന്ന് മുന്നോട്ട് നടന്നു. വേനൽക്കാലത്ത് കശുമാവും മൂവാണ്ടമാവും ഒക്കെ പൂത്തു നിൽക്കുന്ന കാലത്താണ് അന്നൊക്കെ ഞങ്ങളിവിടെ വിരുന്നു വരാറുള്ളത്. പാലം കടന്ന് ചിറ്റിലശ്ശേരിയിലെ മണ്ണിൽ കാല് വയ്ക്കുമ്പോഴേ ആ മണം മൂക്കിൻ തുമ്പിലെത്തും. കണ്ണടച്ചൊന്ന് ആഞ്ഞു ശ്വസിച്ചാൽ പറയും, അതാ എൻ്റെ ചിറ്റിലശ്ശേരി എത്തി. ഒരു പഴയ ഫോറസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു ഇവിടെ. അതിൻ്റെ മുറ്റത്തൊരു മരക്കുതിരയും. അടുത്ത ഗ്രാമത്തിലെ പൂരത്തിന് ചിറ്റിലശ്ശേരിക്കാർ എഴുന്നള്ളിച്ചു കൊണ്ടുപോയിരുന്നു ഉത്രേതിനെ. പണ്ടത്തേതിൽ നിന്ന് നാട് കുറെ മാറിയിരിക്കുന്നു. എനിക്കറിയാത്ത വീടുകളാണ് വഴിക്ക് ഇരുവശത്തും ഇപ്പോൾ. അടുത്ത തിരുവിലെത്തിയാൽ പുഴക്കരയിലേക്കുള്ള വഴിയാണ്. അന്നൊക്കെ അതിലൂടെ കയറി ഇറങ്ങിയാണ് അമ്മാമ്മയുടെ വീട്ടിൽ പോയിരുന്നത്. നല്ല വെളുത്ത പൂഴി അതിരുവച്ച പുഴ. ഇടയ്ക്ക് മണലിനോട് കളി പറയാനെന്ന പോലെ പമ്മി പമ്മി വരുന്ന കുഞ്ഞോളങ്ങൾ. പുഴയുടെ നടുവിലെ ഒറ്റപ്പെട്ട മണൽത്തിട്ടകളിൽ തലയാട്ടി നിൽക്കുന്ന ആറ്റുവഞ്ചികൾ. അക്കരെ പറമ്പിലെ മുള ചാഞ്ഞ് പുഴയുടെ വെള്ളത്തെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ കളി പറഞ്ഞു നിൽക്കും. ആ വഴിക്ക് പോകണ്ടോ, നിറയെ പാമ്പുണ്ട് അവിടെ. ഇപ്പൊ ആരും ഈ വഴിയെ നടക്കാറില്ല. കാൽ രണ്ടടി പിന്നോട്ട് വെച്ചു. അല്ല കുട്ടി, എവിടൊക്കെയാ? ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ ഇവിടെ. പണ്ട് ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു എന്ന് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ പറഞ്ഞില്ല. അന്നൊക്കെ വഴിയുടെ ഇരുവശത്തും പാടങ്ങളായിരുന്നു. ഇന്നൊരു വശം മുഴുവൻ വീടുകൾ നിറഞ്ഞിരിക്കുന്നു. റോഡിൻ്റെ മറുവശത്തെ പാടങ്ങളിൽ നിന്നും ആൾക്കാർ കൃഷി ഇറക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ ട്രാക്ടറുകൾ ശബ്ദമുണ്ടാക്കി ഓടുന്നു. അതിൻ്റെ പിന്നാലെ ഇളകിയ മണ്ണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രാണികളെ പിടിക്കാൻ കൊക്കുകളും കിളികളും വട്ടം ചുറ്റുന്നു. അകലെ പാടത്തിൻ്റെ അതിർത്തിയിൽ കാവൽ എന്ന പോലെ കാണുന്നതാണ് വെള്ളാട്ടുകുന്ന്. വെള്ളാട്ടുകുന്നിൻ്റെ മുകളിൽ നിന്നാൽ ഈ ഗ്രാമം മുഴുവൻ മാത്രമല്ല, അടുത്ത ഗ്രാമങ്ങളും കാണാം. ദാ ഇവിടെ നിന്ന് പുഴക്കരയിലേക്ക് പോകാം. അന്നൊക്കെ ചെമ്പനെയും കരിമ്പനെയും ഞാനും ദാസപ്പനും ഇതിലൂടെയാണ് പുഴയിലേക്ക് കൊണ്ടുപോയിരുന്നത്. അല്ല, അവരെ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. അവർക്കറിയാം തൊഴുത്തിൽ നിന്നിറക്കിയാൽ പാടത്തേക്കാണോ പുഴയിലേക്കാണോ എന്ന്. ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ കൊല്ലംപറമ്പാണ് ആ കാണുന്നത്. അതിൽ പണ്ടൊരു വീടുണ്ടായിരുന്നു. രാത്രികളിൽ ഞങ്ങളുടെ ഉറക്കം കെടുത്തിയിരുന്ന വീട്. ഇടവഴിയുടെ രണ്ടു വശത്തും വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞ വഴിയിലൂടെ മുന്നോട്ട് നടന്നു. തൊട്ടടുത്ത പറമ്പിൽ നിന്ന് പനയോലകൾ കാറ്റിൽ പരസ്പരം തട്ടി എന്നെ പേടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പഴയ നാട്ടുവഴി ഇന്ന് റോഡാണ്. നമുക്ക് കുറച്ച് ദൂരം ഒന്ന് നടന്നു നോക്കാം. വഴിയിൽ അതാ ആ കാണുന്നതാണ് ആനപ്പാറ. മസ്തകം പൊളിഞ്ഞ ആനപ്പാറ. അതിൻ്റെ അപ്പുറത്തെ വഴിയിലൂടെയാണ് ഞങ്ങൾ ഞാവൽപ്പഴം പെറുക്കാനും കശുവണ്ടി പൊട്ടിക്കാനും പോയിരുന്നത്. മരിച്ച സന്യാസി അപ്പൂപ്പൻ്റെ ആത്മാവ് ഇപ്പോഴും അവിടെയൊക്കെ കാണും. ഇനി ഇടത്തോട്ട് നടന്നാൽ വെള്ളാട്ടുകുന്നിൻ്റെ താഴ്വാരത്തെത്തും. നേരം സന്ധ്യ ആകാറായി. പോത്തോട്ടം നടന്നിരുന്ന ഭൈരവത്തറ ഇപ്പോഴും ഉണ്ട്. അതിനടുത്താണ് വെള്ളാട്ടുകുന്നിൻ്റെ കാവൽക്കാരനായ കുഞ്ഞാമൻ്റെ വീട്. ആ വീടിൻ്റെ കരിതേച്ച് ഉമ്മർത്തിരുന്നാണ് ഗോവിന്ദൻ വൈദ്യരും കുഞ്ഞാമനും തങ്ങളുടെ വിശേഷങ്ങളും ആകുലതകളും പങ്കുവച്ചിരുന്നത്. കുഞ്ഞാമൻ അവസാനം അപ്രത്യക്ഷനാകുന്നതും ഇവിടെ വച്ചാണ്.
കുന്നിൻ്റെ മുകളിലേക്കുള്ള കയറ്റം പണ്ടത്തെ പോലെ അനായാസമല്ല ഇപ്പോൾ. മുകളിലെത്തുമ്പോഴേക്കും കിതച്ചു. അന്നൊക്കെ രഘുവേട്ടൻ്റെ പിന്നാലെ എത്ര ഓടി കയറിയിരിക്കുന്നു. അകലെ ദുരന്ത സ്മാരകം പോലെ ആ പാറമട. പടിഞ്ഞാറേ പാടം ഇപ്പോൾ സ്വർണ്ണവർണ്ണമാണ്. ഇവിടെ നിന്നാൽ ചിറ്റലശ്ശേരിയുടെ കഥ വെള്ളാട്ടുകുന്ന് നമുക്ക് പറഞ്ഞു തരും. സ്വന്തം അതിജീവനത്തിന് പ്രകൃതി തന്നെ മുന്നിട്ടിറങ്ങിയ കഥ. വൈകുന്നേരത്തിൻ്റെ വരവറിയിച്ചു കിളികൾ കൂട്ടത്തോടെ ധൃതിയിൽ തങ്ങളുടെ താവളം തേടി പറന്നു പോകുന്നു. ചിറ്റലശ്ശേരിയിലെ വീടുകളിൽ നിന്ന് വെളിച്ചം അടിവാരത്ത് കാണാം. വെള്ളാട്ടുകുന്നിലെ ഈ കാഴ്ചകൾ വിട്ട് ഇറങ്ങാൻ സമയമാകുന്നു. ഇറങ്ങുമ്പോൾ ആ പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ അമ്പലത്തിലേക്ക് ഞാൻ നോക്കി. കരിമുഖൻ അവിടെ ഉണ്ടോ ഇപ്പോഴും? അകലെ എവിടെയോ ഒരു ചൂളംവിളി കേട്ടു. അതിന് മറുപടി ഉണ്ടോ? ഞാൻ കാതോർത്തു. താഴെ എത്തി ഒരിക്കൽ കൂടി തിരിഞ്ഞ് വെള്ളാട്ടുകുന്നിനെ നോക്കി. ഒരു യാത്രാമൊഴി എന്ന പോലെ അതിൻ്റെ മുകളിൽ നിന്നൊരു വെളിച്ചം മിന്നി മറഞ്ഞു. എനിക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥലം കൂടി ഒന്ന് കാണാനുണ്ട്. ഇടവഴിയിൽ ഇരുട്ട് മൂടാൻ തുടങ്ങിയിരിക്കുന്നു. ചെമ്പോട്ട് വീടിൻ്റെ പടിയാണ് ആ കാണുന്നത്. അടയാളമായി അന്നും ഇന്നും ആ പുളിമരം അവിടെയുണ്ട്. ആ കാണുന്നതാണ് ചെമ്പൻ്റെയും കരിമ്പൻ്റെയും തൊഴുത്ത്. തൊഴുത്തിൻ്റെ എറാലയിൽ ഇന്നും കാണാം ഉമിക്കരി ഇട്ട് വയ്ക്കുന്ന ആ കോട്ടിയ പാള. മുന്നോട്ട് വയ്ക്കുന്ന ഓരോ അടിയിലും ഓർമ്മകളുടെ പെരുക്കമാണ്. ഒരു കാലത്ത് ആ വലിയ മുറ്റം നിറയെ എത്ര പേരായിരുന്നു. വൈദ്യരമ്മാവനെ കാണാൻ വരുന്നവർ, അമ്മമ്മയുടെ കയ്യിൽ നിന്നൊരു നേരത്തെ കഞ്ഞി മോഹിച്ച് രാവിലെ നേരത്തെ തന്നെ കയ്യാലയുടെ ഉമ്മറത്ത് സ്ഥാനം പിടിച്ച പുള്ളുവനും പുള്ളുവത്തിയും. അതെ, ഇന്ന് വന്നേയുള്ളൂ. അടുക്കളയിൽ കറി വറുത്തിടുന്നതിനിടെ അമ്മാമ്മ പറയും, കുട്ടിക്ക് നാവേറ് പാടുണ്ട് കേട്ടാ. കണ്ണു പറ്റും നാവ് പറ്റും പാടിത്തീരുമ്പോഴേക്കും അവർക്കുള്ള ഇല ഉമ്മറത്ത് അമ്മാമ ഒരുക്കി കാണും. അന്നൊക്കെ ഈ മുറ്റത്തിന് 4 വശത്തും ഓരോ എടുപ്പുകളായിരുന്നു. താമസിക്കുന്ന വീടിന് നേരെ ഒരു വലിയ കയ്യാല, ഒരു വശത്ത് തൊഴുത്ത്, മറുവശത്ത് വൈദ്യരമ്മാവൻ്റെ വൈദ്യശാല. ഞാൻ ആ മുറ്റത്തൊന്ന് നിൽക്കട്ടെ. അവിടുത്തെ ഉമ്മറപ്പടിയിലിരിക്കുന്നത് ആരാണ്? വൈദ്യരമ്മാവൻ എന്തോ വായിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത് തന്നെ അമ്മായി നിൽക്കുന്നുണ്ട്. ദാസപ്പൻ കാലികൾക്കുള്ള വെള്ളം കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ കാണുന്നതാണ് ചാത്തൻ്റെ അമ്പലം. ചാത്തൻ്റെ കളത്തിന് എത്ര പേരാണ് അന്നൊക്കെ ഉണ്ടാവാറ്. പകൽ പന്തലിടാനും കുരുത്തോല വെട്ടാനും പലഹാരങ്ങൾ ഉണ്ടാക്കാനും ഈഴാറ കൊട്ടി അന്നൊക്കെ മണ്ണാന്മാർ കളം വിളംബരം ചെയ്യും. അത് കേട്ട് നാട്ടുകാരും ബന്ധുക്കളും ചെമ്പോട്ട് തറവാട്ടിലെത്തും. രാത്രിയിൽ കൊട്ടും താളവും മുറുകും. താലമെടുത്ത പെണ്ണുങ്ങൾ വരിവരിയായി നിന്ന് അമ്പലത്തിൽ നിന്ന് കളത്തിലേക്ക് എഴുന്നള്ളുന്ന ചാത്തനെ വരവേൽക്കും. പിന്നെ പാട്ടും പൂവാട്ടവും തിരിയൊഴിച്ചിലും പകുതിക്ക് വെച്ച് താനൊക്കെ ഉറങ്ങിപ്പോകും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മാഞ്ഞ കളവും വീണ് കിടക്കുന്ന കുരുത്തോലകളും വാടിയ പൂക്കളും മാത്രം ബാക്കിയുണ്ടാവും. മഴക്കാലത്ത് താൻ നടന്നു പോയിരുന്ന പടിഞ്ഞാറേപ്പടി ഇന്ന് പൂർണ്ണമായും അടഞ്ഞു കിടക്കണം. ആൾസഞ്ചാരമില്ലാതെ കാട് പിടിച്ച് കിടക്കുന്നത് തങ്ങളൊക്കെ പണ്ട് ഓടിക്കളിച്ചിരുന്ന സ്ഥലമാണെന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അമ്പലത്തിൻ്റെ മുറ്റത്തെ ഗന്ധരാജൻ പൂത്ത് അവിടെ മുഴുവൻ അഭൗമമായൊരു സൗരഭം പടർന്നു കിടന്നിരുന്നു. ആ സുഗന്ധത്തിനൊന്നും ഇന്നൊരു മാറ്റവും ഇല്ല. പക്ഷേ എനിക്ക് പ്രിയപ്പെട്ടവർ മാത്രം ഇന്നിവിടെ ഇല്ല. തങ്ങളുടെ രംഗം പൂർത്തിയാക്കി അവർ എന്നേ വിട പറഞ്ഞിരിക്കുന്നു. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചു. എടുത്തോ കുട്ടി, ഇളക്ക് വെക്കാൻ സമയമായി. അമ്മാമ്മയുടെ ശബ്ദം. ഏത് ജന്മത്തിൽ നിന്നാണ് അത് വരുന്നത്? ഇരുട്ട് ചെമ്പോട്ട് തറവാടിന് മേൽക്കൂര പണിയാൻ തുടങ്ങിയിരിക്കുന്നു. കാഴ്ചകൾ അവസാനിക്കുന്നു. ഇനിയൊരു വരവുണ്ടാവില്ല ഇങ്ങോട്ട്. നിറഞ്ഞ കണ്ണുകൾ എൻ്റെ വഴിമുടക്കും മുമ്പ് ഞാൻ തിരിച്ചു നടന്നു മറ്റൊരു ജന്മത്തിലേക്ക്.